ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ കാലമായി കണ്ടിട്ടില്ലേ? ഒരു ലൈവിലൊക്കെ വന്നിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മയക്കത്തിലായിരിക്കും മിക്ക ആളുകളും. അപ്പോഴാണ് നമ്മളെ കണക്കും കൊണ്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. PYQ സീരീസിന്റെ 6ാമത്തെ ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ് അഥവാ ശതമാനം. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം പരമാവധി 1 മണിക്കൂർ ആണ്. അപ്പൊ അതിനുള്ളിൽ മിനിമം ഒരു 2 വർഷത്തെങ്കിലും ചോദ്യങ്ങൾ പരിചയപ്പെടണം. 2021-ലെയും 2022-ലെയും ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് വേണം നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ. അപ്പൊ 2021-ലെ ചോദ്യങ്ങളാണ് ആദ്യം പരിചയപ്പെടുന്നത്. അപ്പൊ അതിനു മുൻപ് ഞാനൊന്ന് പറയട്ടെ, ശതമാനം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ കൺസെപ്റ്റിൽ നിന്ന് തുടങ്ങുന്നു. ശതമാനം എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഈ വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് തുടങ്ങാം. ശതം എന്ന് പറഞ്ഞാൽ ശതം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ശതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 100 ആണ്. വെരി ഗുഡ് അനു, കറക്റ്റ് ആണ്, 100 ആണ്. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാലോ, 100ന്റെ മാനത്തിൽ പറയുന്നത്, 100നെ അടിസ്ഥാനമാക്കി പറയുന്നത്, 100ന്റെ ബേസിൽ പറയുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ 100നെ അടിസ്ഥാനമാക്കി പറയുന്നത്. അപ്പൊ ഇതിനെ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ട്. മൊബൈൽ ഫോണിന്റെ ബാറ്ററി. ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ബാറ്ററിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ മുഴുവൻ ചാർജ് ഉണ്ടെങ്കിൽ, ഫുൾ ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജാ, എത്ര ശതമാനം? നമുക്ക് എല്ലാവർക്കും അറിയാം, 100% ആകുമ്പോഴാണ് ഈ ബാറ്ററിയിലെ ചാർജ് ഫുൾ ആവുക. ഓക്കെ, ആ ഐഡിയ മനസ്സിൽ വെക്കണം. അപ്പൊ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ മുഴുവൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഹോൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 100%. എങ്കിൽ പകുതി ചാർജേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാം? ഇനി നിങ്ങൾ പറയണം, പകുതി ചാർജേ ഉള്ളൂ എന്ന് എങ്ങനെ പറയും? വെരി ഗുഡ്, കറക്റ്റ് ആണ്. പകുതി ചാർജേ ഉള്ളൂ എങ്കിൽ അത് 50%. 50%. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 50% എന്ന് പറഞ്ഞാൽ അത് പകുതി. 5 അല്ല 50 എങ്കിൽ 75% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 75% എന്ന് പറഞ്ഞാൽ അത് 1/4 ഭാഗം അല്ലെ? 1/4 ഭാഗമാണ്. 1/4 ഭാഗമാണ്. അപ്പൊ 25% എന്തായിരിക്കും? 25% ചാർജേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, 25% ചാർജേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് 1/4 ഭാഗം. ഓക്കെ അമൃത, നോ പ്രോബ്ലം. 1/4 ഭാഗം. ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? നമുക്കിത് ഇനി പോകെ ആവശ്യം വരും. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എങ്കിൽ 20% എന്ന് പറഞ്ഞാൽ, 20% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധനത്തിനെ 100 കഷ്ണങ്ങളാക്കി തുല്യ ഭാഗങ്ങളായി മുറിച്ചു. അതിൽ നിന്ന് 20 കഷ്ണങ്ങൾ എടുത്താൽ എത്ര? ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ, ശതമാനം എന്ന് പറഞ്ഞാൽ 100നെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ 100ൽ എത്രയുണ്ട്? 100ൽ 20 ഉണ്ട്. അതാണ് 20%. ക്ലിയർ? വെട്ടിച്ചെറുതാക്കലിലേക്കൊക്കെ വരാം, നമുക്ക് മെല്ലെ വരാം, പതുക്കെ തുടങ്ങാം. 30% എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 100ൽ 30. 17% എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 17% എന്ന് പറഞ്ഞാൽ 100ൽ 17. ഓക്കെ, അപ്പൊ അറിയാത്ത ശതമാനം, ഏതോ ഒരു സംഖ്യയുടെ എത്രയോ ഒരു ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്കത് അറിയില്ല. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അറിയാത്ത ശതമാനം. അറിയാത്തൊരു സാധനത്തിനെ X എന്നോ Y എന്നോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലെ? ഞാനിത് ഇവിടെ എഴുതാം. അറിയാത്ത ശതമാനത്തിനെ, വെരി ഗുഡ്,
100ൽ എക്സ്. 100ൽ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മളതിനെ x/100 അഥവാ x% എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ചോദ്യങ്ങളിലേക്ക് കടക്കാൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. എടാ ഇതിന് ഒരുപാട് കുറുക്ക് വഴികളുണ്ട്. മാത്സിന്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു ഉത്തരത്തിലേക്ക് എത്താൻ 100,000 വഴികളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴികൾ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ സെറ്റ് എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ സെറ്റ്. നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഡൗട്ടില്ല, എല്ലാം ക്ലിയർ ആണ്. സെറ്റോട് സെറ്റ്. അടിപൊളി. എങ്കിൽ ഇന്നാ പഠിച്ച ഒന്നാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. അത് 60 എങ്കിൽ ഏതാണ് സംഖ്യ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിത് ചെയ്യാം. ഉത്തരങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. നമുക്കിത് വളരെ സാവകാശം, അറിയാത്തവര് നമ്മുടെ ഇടയിലുണ്ടെന്ന് എനിക്കറിയാം, അവർക്കും വേണ്ടി ഉപകാരപ്പെടുന്ന തരത്തിലാണ് പറയുന്നത്. എടാ, ഏതോ ഒരു സംഖ്യ നമുക്കറിയില്ല, ആ സംഖ്യയുടെ 30%, ആ സംഖ്യയുടെ 30%, ആ സംഖ്യയുടെ ഒരു 70%, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 70%-ത്തിൽ നിന്ന് ഈ 30% കുറച്ചാൽ കിട്ടുന്നതല്ലേ? മൊത്തത്തിൽ മാഞ്ഞു പോയി കുറച്ചപ്പോ. ഐഡിയ മനസ്സിലായല്ലോ? എടാ, 70% എന്ന് പറയുന്നത് ഇത് എത്രയാണെന്ന് വിചാരിക്കുക. ഇനി അവരുടെ വ്യത്യാസം അതിൽ നിന്നൊരു 30% കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് 30% എന്ന് വിചാരിക്കുക. ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഭാഗമല്ലേ ആ വ്യത്യാസം? അത് എത്രയായിരിക്കും? പറയാമോ? ഇവരുടെ വ്യത്യാസം എത്രയാണെന്ന് നോക്കിയാൽ മതി. 70-ഉം 30-ഉം തമ്മിലുള്ള വ്യത്യാസം, 70-ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് 40. അപ്പൊ ഇവരുടെ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 40. ആ 40% വ്യത്യാസം. അത് എത്രയെന്ന് തന്നിരിക്കുന്നു? എത്രയാണടാ? അത് 60 തന്നിരിക്കുന്നു. 40% എന്ന് പറയുന്നത് 60. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. സംഖ്യ മുഴുവൻ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാന? 100%. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 40% 60 എങ്കിൽ ആ സംഖ്യ 100% എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നേരത്തെ ആരോ പറഞ്ഞു, അവരുടെ പേര് ഞാൻ നോക്കിയില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതല്ലാത്ത വഴികളുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? നമ്മൾ ഇവരെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എടാ, നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ജോഡിയായിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് നോക്കാം. അല്ലേ? ഉണ്ട്. 60 ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ അതിനൊരു ജോഡിയുണ്ട്, 100 ഉണ്ട്. നമുക്കറിയാം ജോഡികൾ എപ്പോഴും സ്വപ്ന ലോകത്ത് പറന്ന് നടക്കും, അവരെപ്പോഴും ആകാശത്തായിരിക്കും. അപ്പൊ അവരെ നമ്മൾ മേലെ എഴുതുക. 60-നെയും 100-നെയും ഗുണിച്ച് മേലെ എഴുതുക. ഇവിടെ ഒരു സിംഗിൾ പസംഖ്യ ഉണ്ട്, പാവം. ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഒരു 40. അയാൾക്ക് ഇവിടെ ജോഡി ഇല്ല ക്രോസ് ചെയ്തപ്പോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അവൻ യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവും, തറയിൽ നിൽക്കും, വലിയ കളിയൊന്നും കളിക്കില്ല. അപ്പൊ അവനെ നമ്മൾ താഴെ എഴുതുന്നു. എടാ, ഇനി ഇതെങ്ങാനും പൊക്കി പിടിച്ചോണ്ട് നമ്മൾ കമിതാക്കൾക്കെതിരെയാണെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോഡിയായിട്ടിരിക്കുന്ന ആളുകൾ സ്വപ്ന ലോകത്ത് പറന്ന് നടക്കട്ടെ, അവരെ നമ്മൾ മേലേക്ക് എഴുതി. ഒറ്റയ്ക്ക് ഇരിക്കുന്നവനെ അവൻ തറയിൽ നിൽക്കും, അവനെ താഴെ എഴുതി. ഇനി 60 ഗുണിക്കണം 100 × 40 ചെയ്താൽ നമ്മുടെ ഉത്തരായി. ഈ പൂജ്യം വെട്ടിക്കളയാം, അല്ലെ? ഇനി 100-ൽ എത്ര നാലുകൾ? 4 കൊണ്ടൊരു സംഖ്യനെ ഹരിക്കാനുള്ള എളുപ്പ വഴി ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 100-ന്റെ പകുതി 50, 50-ന്റെ പകുതി 25. സെറ്റ്. അപ്പോ 6 × 25 ചെയ്താൽ കിട്ടുന്നതാണ് ഉത്തരം. 6 × 25, 6 25കൾ ചേർന്നാൽ നമുക്കറിയാം 4 25 ചേർന്നാൽ 100 ആണ്. ഒരു 2 25 കൂടി ചേരണം, അതായത് 25 25ഉം 50. 100-ന്റെ കൂടെ 50 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി അത് 150. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇത് മനസ്സിലായവർ മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ഈ മെത്തേഡ് മനസ്സിലായെങ്കിൽ ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിൽ വരുന്ന ചോദ്യങ്ങളും നമുക്ക് ക്രാക്ക് ചെയ്യാം.
സെറ്റ്, യെസ്, അതാണ് നമ്മുടെ കീവേഡ്. സെറ്റ് 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 പോരട്ടെ. സെറ്റോട് സെറ്റ് എന്ന് പറയണം ലാസ്റ്റ്. ഓക്കെയാണ്, 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 അടിപൊളിയാണ്, 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 എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ എടാ, എങ്കിൽ ഇതല്ലാതെ ഒരു വഴിയും കൂടി. ഇതിന് ഇത്രയൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 40% നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത് 60ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 100% അഥവാ ആ സംഖ്യയാണ്. നമുക്കറിയാം 100% എന്ന് പറയുന്നത് എന്താടാ? 40% കൂടെ ഒരു 40% കൂടി കൂട്ടിയാൽ പിന്നെ എത്രയും കൂടി കൂട്ടണം. 100% കിട്ടണമെങ്കിൽ 40% കൂടെ ഒരു 40% കൂടി കൂട്ടി പിന്നെ എത്ര കൂട്ടണം? യെസ്, ഒരു 20% കൂടി കൂട്ടണം. എന്നാലല്ലേ 100 ആവുള്ളൂ. 40 80 ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 20ന്റെ കുറവില്ലേ 100ലേക്ക് എത്താൻ. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. 40% നമുക്ക് തന്നിരിക്കുന്നു 60. ഒരു 40% കൂടി കൂട്ടണം. അപ്പൊ ഒരു 60 കൂടി കൂട്ടി. അപ്പൊ എന്താ 20%? എന്താ 20%? എടാ, 40% എന്ന് പറയുന്നത് 60 ആണെങ്കിൽ 20% എത്രയായിരിക്കും? ഈ 40ന്റെ പകുതിയല്ലേ 20? 40ന്റെ പകുതിയല്ലേ 20? അപ്പോ 60ന്റെ പകുതി ആയിരിക്കില്ലേ 20%? 60ന്റെ പകുതി എത്രയാ? 30. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? 60ന്റെ പകുതി 30. ഇനി ഇത് കൂട്ടിയാൽ മതി. 60 കൂട്ടിയാൽ 120, 120 30 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം സെറ്റ് 150. അപ്പൊ രണ്ട് വഴികൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും എടുക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും സെക്കൻഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എളുപ്പത്തിൽ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഫസ്റ്റ് മെത്തേഡ് എല്ലാ ചോദ്യങ്ങൾക്കും പറ്റും. ഇത് ക്ലിയർ ആണോടാ? ഫസ്റ്റ് മെത്തേഡാണ് പലരും എടുക്കുന്നത്. ഓക്കെ, അവിടെ രണ്ട് മെത്തേഡും പിടിച്ചോ. ചിലത് ഫസ്റ്റ് മെത്തേഡിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോറി, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. യെസ്, അപ്പൊ ഫസ്റ്റ് ചോദ്യം എല്ലാവരും സെറ്റ് ആയിരിക്കുന്നു. നമ്മൾ ഇതേ പോകുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ, അപ്പൊ ആകെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? അത് പറഞ്ഞിട്ട് മതി അടുത്ത പരിപാടി. ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആകെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനമാണെന്നൊന്ന് പറഞ്ഞേ, നോക്കട്ടെ എത്ര പേർക്ക് കിട്ടി എന്നുള്ളത്. 100. യെസ്, ആകെ എന്ന് ചോദിച്ചാൽ, മുഴുവൻ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് 100%. 100% ആകെ. അതിൽ 60% ആരാണ്? 60% ആൺകുട്ടികളാണ്. എങ്കിൽ പെൺകുട്ടികൾ എത്ര ശതമാനമായിരിക്കും? 60% എന്ന് പറയുന്നത് ബോയ്സ് ആണ്. എങ്കിൽ പെൺകുട്ടികൾ എത്ര ശതമാനം? സിമ്പിൾ അല്ലേ? എടാ, ആകെ 100 ആ 100ൽ 60 ആൺകുട്ടികളാണ്. അപ്പൊ 100ൽ നിന്ന് 60 പോയാൽ ബാക്കി എത്ര? ബാക്കി 40. ആ 40% എന്ത്? ഗേൾസ്, പെൺകുട്ടികൾ. അവരുടെ എണ്ണം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാ? 500 അല്ലെ? അപ്പൊ 40% എന്ന് പറയുന്നത് 500. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടികളുടെ എണ്ണം എത്രയാ? 60%. 60% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ, ഇനി ഞാൻ പറഞ്ഞ ആ വഴി ഒന്ന് ആലോചിച്ചേ. 40% 500 എങ്കിൽ 60% എത്ര? ക്രോസ് കരോ. ജോഡികളെ നമ്മൾ സ്വപ്നലോകത്തേക്ക് പറത്തിവിടും, സിംഗിൾസിനെ നമ്മൾ താഴെ ഇരുത്തും. എങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ആരെവിടെ ജോഡിയായിരിക്കുന്നത്? 500ഉം 60ഉം ജോഡിയായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അവരെ മുകളിൽ എഴുതി കുടിക്കും. താഴെ ആരെ എഴുതണം? താഴെ ഒറ്റയ്ക്കിരിക്കുന്ന 40 അല്ലേ? താഴെ 40. ഇനി ചെയ്യാം. ഈ പൂജ്യം വെട്ടിക്കളഞ്ഞു. 500നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്ര? അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നോക്കാം. 5 × 6 30. 2 0 കൂടി ഇട്ടപ്പോ എത്രേ? 3000 ആയി. 3000നെ 4 കൊണ്ട് ഹരിക്കാം. 3000നെ 4 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? 3000ന്റെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 3000ന്റെ പകുതി നമുക്കറിയാം 1500. 1500ന്റെ പകുതി
എത്രയാടാ? 750 സെറ്റ്. നമ്മുടെ ഉത്തരം കിട്ടി. അത് 750 ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? എങ്കിൽ മറ്റേ വഴിയിലൊന്ന് ചെയ്ത് നോക്കിക്കേ. 40% എന്ന് പറയുന്നത് 500. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാ? ആൺകുട്ടികളുടെ എണ്ണമായ 60% കണ്ടുപിടിക്കേണ്ടത്. ഈ 60 കിട്ടണമെങ്കിൽ 40% കൂടെ എത്ര കൂട്ടണം? 40% കൂടെ എത്രയും കൂടി കൂട്ടണം. സോറി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സോറി പറയേണ്ടി വരും, നല്ല കഫക്കെട്ടുണ്ട്. യെസ്, 20% കൂടി കൂട്ടണം. 20% കൂടി കൂട്ടണം, എങ്കിലല്ലേ 60 കിട്ടുള്ളൂ. അപ്പൊ 40% നമുക്ക് തന്നിട്ടുണ്ട്. എത്രയെന്നുള്ളത് 500 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ആ 40ന്റെ അവിടെ 500 എഴുതും. അപ്പൊ 20% എത്രയാ? 40% 500 ആണെങ്കിൽ ആ 40ന്റെ പകുതി അല്ലടാ 20. അപ്പോ 500ന്റെ പകുതി നമ്മൾ ഇവിടെ എഴുതും 250. അങ്ങനെ 500ഉം 250ഉം ചേർത്ത് വെച്ചാൽ ഉത്തരായി എത്ര? അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം 750. സെറ്റോട് സെറ്റ് എന്ന് പറയണം നിങ്ങൾ. സെറ്റോട് സെറ്റ് എന്ന് പറയണം നിങ്ങൾ. മനസ്സിലായെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഒരാള് പറഞ്ഞു നന്ദിയുണ്ടേ. സെറ്റ് 2 പേരായി. 53 പേരിൽ 2 പേർക്ക് മനസ്സിലായല്ലോ. ഓട്ടെ, സെറ്റോട് സെറ്റ്, ഡബിൾ സെറ്റ്. എങ്കിൽ ദേ പോകുന്ന നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക്. സമയം കളയുന്നില്ല. 3ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, നന്ദിയുണ്ട് മക്കളെ, നന്ദിയുണ്ട്. നന്നായി വരട്ടെ. ഓക്കെ, അപ്പൊ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 3ാമത്തെ ചോദ്യം. ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം തന്നിട്ടുണ്ട് 23,128. അങ്ങനെയാണെങ്കിൽ ഏകദേശം, ബാക്കി ശ്രദ്ധിക്കണം, ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വിവരം ആദ്യം എഴുതാം. എന്താ തന്നിരിക്കുന്ന വിവരം? നിങ്ങൾ പറഞ്ഞടാ, എന്താ ഇവിടെ തന്നിരിക്കുന്ന വിവരം? ഏതോ ഒരു പെർസെൻറ്റേജ് നമുക്ക് തരും, വേറൊരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയും. ആ ടൈപ്പ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു പെർസെൻറ്റേജ് നമുക്ക് തരും, വേറൊരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഏതാ? തന്നിരിക്കുന്ന പെർസെൻറ്റേജ് പോയോ എല്ലാവരും? വിജയിച്ച കുട്ടികളുടെ ശതമാനമാണ് തന്നിരിക്കുന്നത്. അത് 49.3% കുട്ടികൾ വിജയിച്ചു. അവരുടെ എണ്ണം തന്നിട്ടുണ്ട് നമുക്ക് എത്ര? 23,128 എന്ന് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതോ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര ശതമാനം? ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? അതാണ് എന്റെ ചോദ്യം. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? വെരി ഗുഡ്. സെറ്റോട് സെറ്റായി. 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ലോജിക്ക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടെ മുകളിലേക്ക്. ആര്? ജോഡിയായിട്ടിരിക്കുന്ന ആള്. 2, 3, 1, 2, 8 ഗുണിക്കണം 100 ഹരിക്കണം സിംഗിൾ ആരവിടെ? 49.3. ഇത് ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താം. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്. ഏകദേശം വില മതി, കൂടുതൽ മെനക്കെടണ്ട എന്നാണ് ചോദ്യകർത്താവ് എന്നെ പറയുന്നത്. ഇവിടെ 49.3% നമ്മളൊരു 50% എന്ന് റൗണ്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യുന്ന പരിപാടി ഈ 23,128 എന്ന് പറയുന്നത് 50% നമ്മൾ എടുക്കും. വലിയ 0.7 വ്യത്യാസമുള്ളൂ. 0.7% വ്യത്യാസമുള്ളൂ. അപ്പൊ വലിയ വേരിയേഷൻ ഒന്നും വരില്ല. അപ്പൊ 50% എന്ന് പറയുന്നത് 23,128 എങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 50%ന്റെ ഇരട്ടി ആയിരിക്കില്ലേ? കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
അല്ലെ? 50% എന്ന് പറയുന്നത് 23,128. എങ്കിൽ 100% എത്ര? 50%ന്റെ ഇരട്ടിയാണ് 100%. നമ്മൾ പഠിച്ചതാണ്. ഇരട്ടി, ഡബിൾ ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഡബിൾ ചെയ്യാം. 8ന്റെ ഇരട്ടി 16, 6 ശിഷ്ടം 1, 2ന്റെ ഇരട്ടി 4, 1 5, 2 6 4, 46,256 ആണ് 100% എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സംഖ്യ 46256. 46256. 46256. ഓക്കെ. എടാ, ഈ സംഖ്യയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ ഉത്തരം. നമ്മൾ വേറെ ഒരു പരിപാടിയും ചെയ്യില്ല. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ ഓപ്ഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള്. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കും 256ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇവിടെ 600 സംതിങ്ങിന്റെ വ്യത്യാസമില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇത് പുറകിലേക്കാണ് പോകുന്നത്. നമ്മൾ 0.7% കുറവുണ്ട് അല്ലെ? അതാണ് നമ്മൾ റൗണ്ട് ചെയ്തത്. അപ്പോ ഇതിനേക്കാൾ സ്വല്പം വലിയ സംഖ്യയാണ് നമ്മുടെ ശരിയായ ഉത്തരം, ഏകദേശ ഉത്തരം. അതുകൊണ്ട് ഇതിനേക്കാൾ സ്വല്പം വലിയ സംഖ്യ, താഴേക്ക് പോരുത്, സ്വല്പം വലിയ സംഖ്യ, അത് ഓപ്ഷൻ എ ആണ്. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് അധികം സമയം കളയാതിരിക്കണം നല്ലത്. ഓക്കെ. ഈ ചോദ്യം നിങ്ങൾ ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. 4ാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്തേ, എന്നിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. 4ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ച കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, അത് 60 പേരാണ്. എങ്കിൽ എത്ര പേര് പരാജയപ്പെട്ടു എന്ന് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ ചെയ്ത മക്കളെ. തന്നിരിക്കുന്ന വിവരം എങ്ങനെയാണ്? 30% കുട്ടികൾ വിജയിച്ചു. ആ വിജയിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 60. എങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം ആകെ 100% മുഴുവൻ കുട്ടികൾ. അതിൽ 30% പേര് ജയിച്ചു. അപ്പൊ 70% പേര് തോറ്റു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വെരി ഗുഡ്. ആദ്യം ഉത്തരം പറഞ്ഞ 5 പേര്, 5 അല്ല 10 പേരുടെ പേര് പറയാം. അയ്യോ. 2 3 4 9 സമ ഫസ്റ്റ്, രമ്യ ചന്ദ്രൻ സെക്കൻഡ്, ആൻസി 3ാമത്, മിഥുൻ 4ാമത്, 5ാമത് അമൃത, 6ാമത് അമ്മൂസ്, 7ാമത് അജിത്ത്, 8ാമത് ദിനു, 9ാമത് വനിത, 10ാമത് അനു, 56. 10 പേര്. സെറ്റ്, സൂപ്പർ. ഒരുപാട് പേര് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, സന്തോഷം. നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടി എന്താണ്? ക്രോസ് ചെയ്യുമ്പോൾ ജോഡികളായിരിക്കുന്നവരെ നമ്മൾ പറത്തും, ആകാശത്തേക്ക് പറത്തും. 60 ഗുണം 70 ബൈ താഴെ ആര് മാത്രമേ ഉള്ളൂ? 30. ചെറുതാക്കാലോ. 60 എന്ന് പറയുന്നത് 30ന്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ 2 30 ചേരുമ്പോഴാണ് 60 ആകുന്നത്. കഴിഞ്ഞു. 70 ഗുണം 2 അഥവാ 70ന്റെ ഇരട്ടി. നമ്മുടെ ഉത്തരായി 140. ഇവിടെ സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോകല്ലേ? ഓക്കെ അല്ലേ? 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം എങ്ങനെ? ഓക്കെയാണ്. 5ാമത്തെ ചോദ്യം എങ്ങനെ? 25 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 3.5 കിലോ? 25 കിലോ. അമൽ സൂപ്പർടാ, താങ്ക്സ് റാ. 25 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 3.5 കിലോഗ്രാം? നേരത്തെ PYQ ഒക്കെ ഡെയിലി ഫോളോ ചെയ്യുന്നവര് ഇത് എളുപ്പത്തിൽ ചെയ്യും. 25 കിലോഗ്രാമിന്റെ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഓപ്പറേഷനാണ്? ഉത്തരം വന്നു. അടിപൊളി. ഓക്കെ. 25 കിലോഗ്രാമിന്റെ എന്ന് പറയുമ്പോൾ അവിടെ ഗുണനമാണ്. ഇന്റെ ഉടേ എന്ന് കണ്ടാൽ അവിടെ ഗുണിച്ചേക്കണം. എത്ര ശതമാനം നമുക്കറിയില്ല. അപ്പൊ 100ൽ എത്ര എന്ന് നമുക്കറിയില്ല. 25ന്റെ എത്ര ശതമാനം? ആര്? 3.5 കിലോ. ഓക്കെ. ഇനി ഇതിന് എക്സ് കണ്ടുപിടിക്കണം. ഇതാണ് ശരിയായ വഴി. എളുപ്പവഴിയിലേക്ക് വരാട്ടോ. നമ്മൾ എന്ത് ചെയ്യും? എക്സിനെ അവിടെ നിർത്തും. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് തട്ടണം. സമത്തിന്റെ അപ്പുറത്ത് 3.5 ഉണ്ട്. ഇനി ഗുണനം 25 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഹരണം 25 ആകുന്നു. ഓക്കെ. ഹരണം 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്താകുന്നടാ? അത് ഗുണനം 100 ആകുന്നു. ഇനി സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരായി
100-ൽ എത്ര 25-കൾ? 100-ൽ 4 25-കൾ. 3.5-യുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3.5-യുടെ ഇരട്ടി എത്രയാ? അതിന്റെ ഒരു ഇരട്ടി കൂടി എടുക്കുക. നമ്മൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്ത്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്ത്? ഹരിക്കുന്ന സംഖ്യയുടെ പകുതി എടുത്തു, വീണ്ടും പകുതി എടുത്തു. അപ്പൊ ഗുണിക്കുമ്പോൾ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. എന്താണോ ഗുണിക്കുന്ന സംഖ്യ അതിന്റെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. 3.5-യുടെ ഇരട്ടി 3.5-യുടെ ഇരട്ടി 7, 7-ന്റെ ഇരട്ടി 14. ഉത്തരായി. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴി 25 കിലോഗ്രാമിന്റെ, അപ്പൊ ഇവിടെ ബേസ് എന്താ? എന്തിന്റെ മാനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്? 25-നെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 25-നെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ചോദിച്ചത് അതിനെ ബേസിൽ എഴുതുക. 25-നെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പൊ ബേസില് അടിയില് 25 എഴുതുക. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര ശതമാനമാണ് 3.5 എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3.5 മുകളിൽ ശതമാനത്തിലാണ് ചോദിച്ചത്. ശതമാനം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ഇൻറ്റു 100. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവായിട്ട് നമ്മൾ ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരും. ഇത് ആലോചിച്ച് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി സെയിം പരിപാടി. 100-ൽ 4 25-കൾ. 3.5-യുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 14. ഇത് ക്ലിയർ ആണോ? 2 വഴികൾ പറഞ്ഞു. രണ്ടാമത്തെ വഴി പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ അടുത്തേക്ക് പോകാം. ചെയ്തോളൂ. ഈ ചോദ്യം നിങ്ങളും ചെയ്ത് നോക്കട്ടെ, എത്ര പേർക്ക് ഉത്തരം കിട്ടുന്നുണ്ട് നോക്കട്ടെ. 240-ന്റെ 16 3-ൽ 2 ശതമാനം എത്ര? 16 3-ൽ 2. 240-ന്റെ എന്ന് പറഞ്ഞാൽ അടിക്കുക. 16-ന്റെ 3-ൽ 2 ശതമാനം. 16-ന്റെ 3-ൽ 2 ശതമാനം 100. വെരി ഗുഡ്. ഉത്തരങ്ങൾക്ക് വന്നു തുടങ്ങി. ആരാ ആദ്യട്ടത്? അനു 56. സുകേഷ് ഉത്തരം അയച്ചിട്ടുണ്ട്. ആൻസി, ഗോപിക, വനിത, ജിതിൻ, അമ്മൂസ്, അഞ്ജലി ദാസ്, അമൃത വി, സാമ, മിഥുൻ, ശാരദ, ദിനു, സരിത, മനോജ്. ഓക്കെ. ഇത് ശരിക്കും ചെയ്യുന്ന വഴി ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എളുപ്പവഴിയിലേക്ക് പോവാം. കാണുന്നുണ്ട്? ഓക്കെ. അപ്പൊ ഞാൻ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ജസ്റ്റ് ഒരു വിഷമ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. ആരെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ. എന്താണ്? അപ്പൊ 16 3-ൽ 2-നെ അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മൾ അതിനെ ഒരു വിഷമ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. അപ്പൊ എങ്ങനെയാ മാറ്റാന്നൊക്കെ അറിയാലോ. ഈ വലിയ സംഖ്യനെ, പൂർണ്ണ സംഖ്യനെ ഇവിടെയുള്ള ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കും. 16 ഗുണം 3 എന്ന് പറഞ്ഞാൽ അതെ 48. 48-ന്റെ കൂടെ മുകളിലിരിക്കുന്ന അംശം കൂട്ടും. 48-ന്റെ കൂടെ 2 കൂട്ടിയാൽ കിട്ടുന്നത് 50. 50/3 എന്നാവും. ബൈ 100. ഈ ചെറുതാക്കിയാൽ മതി. ഈ 0 പോയി. പിന്നെ 3 24-ൽ എത്ര പോവും? 8. 8 5 40. ഈ ഒരു 0 കൂടിയാൽ 400. 400/10 എന്ന് പറഞ്ഞാൽ അത് 40. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യുക. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? എന്തോ ഒരു കമന്റ് മുകളിൽ വന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ആരാണ് കമന്റ് ഇടുന്നതെന്നുള്ള പേര് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല, മൊബൈലിലാണ് നോക്കുന്നത്. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. അവസാനത്തെ ചോദ്യമാണ് 2021-ൽ ചോദിച്ചിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞാൽ നമ്മൾ 2022-ലേക്ക് കടക്കും. 8 ചോദ്യങ്ങളുണ്ട്. 8ാമത്തെ ചോദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഇതിപ്പോ ബേസ് അല്ലേ, നമ്മൾ ഫസ്റ്റ് പാർട്ടല്ലേ. അപ്പം 4ാമത്തെ പാർട്ടിൽ എന്തോ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 8ാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ് ഈ പാർട്ടിൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്ന് വായിച്ചടാ, ഒപ്പം വായിക്കാം. ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾക്ക് COVID-19 ബാധിച്ചു. 25% ആളുകൾക്ക് കൊറോണ വന്നിട്ടുണ്ട്. ഇതിൽ 100 പേര് പുരുഷന്മാരാണ്, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ബാക്കി സ്ത്രീകളും ഉണ്ട്. ഓക്കെ. ഇത്രയാണ് നമുക്കുള്ള ക്ലൂ. ഇനി ഒരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ വാർഡിൽ
300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. 50% വരുമായിരുന്നു. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എത്ര സ്ത്രീകൾക്ക് COVID-19 ബാധിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ കൊറോണ ബാധിച്ചിരിക്കുന്നു. അതിൽ 100 പേര് പുരുഷന്മാര്, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ്. പിന്നെന്ത് പറഞ്ഞിരിക്കുന്നു? ആകെ ജനങ്ങളുടെ 50%, അങ്ങനെയല്ല, ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് മൊത്തം ജനങ്ങളുടെ 50% വരും. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. വെരി ഗുഡ്. 50% എന്നത് എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട്. 50% എന്ന് പറയുന്നത് 300 അല്ലെ? 300 പേരുണ്ടായിരുന്നെങ്കിൽ 50% ആയേനെ എന്ന് പറയുന്നത്. അപ്പൊ മുഴുവൻ എത്രയാടാ? മുഴുവൻ ആ വാർഡിൽ എത്ര പേരുണ്ടാവും? 50% 300 ആണെങ്കിൽ 100% എത്ര? ഇവിടെ നീ ക്രോസ് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ 50ന്റെ ഇരട്ടിയാണ് 100. അപ്പൊ 300ന്റെ ഇരട്ടിയായിരിക്കും ഉത്തരം. 300ന്റെ ഇരട്ടി എത്രയാ? 600. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. 600 പേര് ആ വാർഡിൽ ആകെയുണ്ട്. 600 പേര് ആ വാർഡിൽ ആകെയുണ്ട്. ഇനി ചോദ്യം ശ്രദ്ധിച്ചടാ. അതിൽ 25% ആളുകൾക്കാണ് കൊറോണ വന്നിരിക്കുന്നത്. ആകെ 600 പേരുണ്ട്. 600ന്റെ എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. 600ന്റെ 25%. 10% എന്ന് പറഞ്ഞാൽ 10/100. 100% എന്ന് പറഞ്ഞാൽ 100/100. 25% എന്ന് പറഞ്ഞാൽ 25/100. ഓക്കെ, 25% ആളുകൾക്ക് കൊറോണ വന്നിരിക്കുന്നു. എന്ത് ചെയ്യാം? 600നെയും 100നെയും ചെറുതാക്കാം. 600ൽ എത്ര നൂറുകൾ? 600ൽ 6 നൂറുകൾ. അപ്പൊ 25 × 6 ചെയ്താൽ എത്ര പേർക്ക് കൊറോണ വന്നു എന്ന് മനസ്സിലാകും. 6 × 25 എത്രയാ? 6 × 25 4 25 ചേർന്നാൽ 100. ഒരു 2 25 കൂടി ചേർന്നാൽ 25 25 50. അങ്ങനെ ടോട്ടൽ 6 25കൾ എന്ന് പറയുന്നത് 150 പേരാണ്. 150 പേർക്ക് കൊറോണ വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തത് മനസ്സിലായോ? എല്ലാവരോടും കൂടിയ ചോദ്യം. ഇത്രയും ചെയ്തത് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ എത്ര വട്ടം വേണേലും പറയാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ആർക്കെങ്കിലും? ലൈവ് കാണുന്നത് 54 പേരാണ്. 54 പേർക്കും ഓക്കെ ആവണം. ഓക്കെ ആണ്, ക്ലിയർ ആണെന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ. എങ്കിൽ 150 പേർക്കാണ് കൊറോണ ബാധിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അതിൽ 100 പേര് പുരുഷന്മാര്. അപ്പൊ 150 നമ്മളൊരു 100 കളയാം. ബാക്കി എത്ര പേരൂടാ? 150 100 പോയി. ബാക്കി എത്ര? ബാക്കി 50 പേര്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. 50 പേരിൽ 10 പേര് ആരാണ്? ഒരു 10 പേര് കൂടി കളയണം. 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ബാക്കി എത്ര പേര്? ബാക്കി 40 പേര്. അവരാണ് എന്ത്? ബാക്കി സ്ത്രീകൾ. ബാക്കിയുള്ളവരാണ് സ്ത്രീകൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്ര സ്ത്രീകൾക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട്, COVID-19 ബാധിച്ചിട്ടുണ്ടെന്നാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. 40. ക്ലിയർ ആണോ? 40 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ക്ലിയർ ആയോടാ? ഇത് ഒരു വട്ടം കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളവരൊന്ന് പറയോ? അതല്ല സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യാം. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് കമന്റ് ചെയ്യാം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതോട് കൂടിയിട്ട് ഇനി 8ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. വരുന്ന പാർട്ടിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ, എക്സ്പ്ലെയിൻ. ചിലവർ വിചാരിക്കും ഷിജിൻ, ഓക്കെ, ഉറപ്പായിട്ടും. ചിലവർ വിചാരിക്കും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ആ പരിപാടിയെ വേണ്ട. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയാം. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നു. എടാ, ഒരു ആശുപത്രി വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു 50% എന്ന് പറയുന്നത് 300 എന്ന് ഇവരൊരു ക്ലൂ തന്നിട്ടുണ്ട്.
300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ 300 എന്ന് പറയുന്നത് മൊത്തം ജനങ്ങളുടെ 50%. അതായത് മൊത്തം ജനങ്ങളുടെ പകുതിയാണ്. അപ്പൊ മൊത്തം ജനങ്ങൾ എത്രയാ? 50%ന്റെ ഇരട്ടി, 300ന്റെ ഇരട്ടി. മുഴുവൻ ആളുകൾ എന്ന് പറയുന്നത് 300ന്റെ ഇരട്ടിയായ 600 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ ഷിജിൻ? ഓക്കെ അല്ലേ? 600. അപ്പൊ ആ വാർഡിൽ ആകെ 600 പേരുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാർഡിൽ ആകെ ഉള്ളവരുടെ 25% ആളുകൾക്കാണ് കൊറോണ ബാധിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടാ? 600ന്റെ ഗുണിക്കും. എത്ര ശതമാനം? 25% എന്ന് പറഞ്ഞാൽ എന്താ? അത് 25/100. അത്ര എഴുതിയാൽ മതി. 25/100. ഓക്കെ. അപ്പോ 600ൽ എത്ര നൂറുകൾ? 6 നൂറുകൾ. 6 ഗുണം 25 ചെയ്താൽ നമുക്ക് കിട്ടും 150. ഇത്രയും സെറ്റാണോ ഷിജനെ? അല്ലെങ്കിൽ മനസ്സിലാകാത്ത ബാക്കിയുള്ളവരോടും കൂടിയാണ് ചോദ്യം. ഷിജനെ പേരെടുത്ത് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലോ. നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവല്ലേ. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും വിചാരിക്കണ്ട. ആകെ 150 പേർക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട്, COVID-19 ബാധിച്ചിട്ടുണ്ട്. അതാണ് ആ സ്പിരിറ്റാ വേണ്ടത്. ഓക്കെ. അപ്പൊ 150 പേരിൽ 100 പേർ പുരുഷന്മാരാണ്. 100 പേർ പുരുഷന്മാരാണ്. അപ്പൊ നമ്മൾ ആ സ്ത്രീകളുടെ എണ്ണാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന എണ്ണങ്ങൾ നമ്മൾ കുറച്ച് പോവാണ്. അപ്പൊ 100 പേര് പുരുഷന്മാരാണ്, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സും ആണ്. അപ്പൊ 150 100 പുരുഷന്മാരും 10 ട്രാൻസ്ജെൻഡേഴ്സും ചേർത്ത് 110 നമ്മൾ കുറയ്ക്കും. അങ്ങനെ 150 ആ 110 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരാണ് സ്ത്രീകൾ. അതെത്രയാ? 150 110 പോയാൽ ബാക്കി 40 ആണ്. അതാണ് എന്ത്? സ്ത്രീകളുടെ എണ്ണം. ക്ലിയർ ആയോ ഷിജിനെ? അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത്. ഓക്കെ അല്ലേ? സെറ്റോട് സെറ്റ് എന്ന് പറയണം ലാസ്റ്റ് പോകുമ്പോൾ. ക്ലിയർ ആണ്? ഓക്കെ. എങ്കിൽ 2021 ചോദ്യങ്ങൾ ഇവിടെ നിർത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8ാമത്തെ ചോദ്യം വരുന്ന പാർട്ടിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് 2022 ചോദ്യങ്ങൾക്ക്. സെറ്റ്, ഓട് സെറ്റ്. നല്ല ഓട്ടായിരിക്കും ഇനി. 18, 19 ആകുമ്പോഴേക്കും എക്സാമിലേക്ക് എത്തണ്ടേ? യെസ്. ഓക്കെ മക്കളെ, 2022 ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ബോറടിക്കണ്ടോ? അത് ചോദിക്കട്ടെ. 40 മിനിറ്റ് ആയിപ്പോ. ബോറടിക്കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ടിന് ഉത്തരം പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? രണ്ടിന് ഉത്തരം വേണം. നാളെ ഹോൾ ടിക്കറ്റ് വരും. മനസ്സിലാകുന്നുണ്ട്. സാർ നെയിം എന്താ? ഞാനിവിടുത്തെ പുതിയ സമരഭടനാണ്. എൻ്റെ പേര് നിഖിൽ MZ എന്നാണ്. നിഖിൽ MZ. PYQ സീരീസ് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ എൻ്റെ പേരൊക്കെ പറയാറുണ്ട്. മുഴുവനായിട്ട് കാണുന്നുണ്ടാണോ? തിരിച്ചടിക്കാം. അത്രേ ഉള്ളൂ. അതാരാ പറഞ്ഞേ? കണ്ണൻ. അത്രേ ഉള്ളൂ. അപ്പൊ 2022 ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. 1 മണിക്കൂറിൽ 2 3 ചോദ്യങ്ങളും നമുക്ക് ചെയ്യണമല്ലോ. പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക. വെറുതെ വാരി വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ച കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക. മക്കളെ, ഉറപ്പായും നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്കുള്ള ഫലം കിട്ടും. പഠിച്ചത് പൂർണ്ണതയോട് കൂടിയിട്ടാണെങ്കിൽ അതിൽ നിന്നും മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ലിസ്റ്റിലും കയറും, ജോലിയിലും കയറും. അത്രേ പറയാളൂ. എന്നാ പിടിച്ചോ. 1ാമത്തെ ചോദ്യം. ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറുണ്ട്. 50% ആളുകൾക്ക് കാറുണ്ട്. 30% ആളുകൾക്ക് ഇരുചക്ര വാഹനമുണ്ട്. ഓക്കെ. 15% പേർക്ക് കാറും ഇരുചക്ര വാഹനവും ഒരുമിച്ചുണ്ട്. അയാളുടെ 15% ആളുകളുടെ വീട്ടില് കാറും ഉണ്ട്, ബൈക്കും അല്ലെങ്കിൽ ഇരുചക്ര വാഹനവും ഉണ്ട്. ഇത് കിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? 50% ആളുകളുടെ വീട്ടില് കാറ് മാത്രമുണ്ട്, 30% ആളുകളുടെ വീട്ടില് ബൈക്ക് മാത്രമുണ്ട്, 15% ആളുകളുടെ വീട്ടില് കാറും ബൈക്കും ഒരുമിച്ചുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. നീ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ഗ്രാമത്തിലെ എത്ര ശതമാനം ആളുകൾക്ക്
കാറും ഇരുചക്ര വാഹനവുമില്ല. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അഞ്ജലിദാസ് കറക്റ്റ് ആണ്. ഉത്തരത്തിലേക്ക് എത്താം. സോറി ട്ടാ. അപ്പൊ കാറുള്ളവര്, കാർ എത്ര പേർക്കുണ്ട്? 50% ആളുകൾക്കാണ് കാർ ഉള്ളത്. ഇരുചക്ര വാഹനത്തിന് ഞാൻ ബൈക്ക് എന്ന് എടുക്കുന്നു കേട്ടോ. ബുള്ളറ്റോ എൻഫീൽഡ് എന്തെങ്കിലും ആയിക്കോട്ടെ. ബൈക്ക് എത്ര പേർക്കുണ്ട്? 30% ആളുകൾക്കാണ് ഇരുചക്ര വാഹനം ഉള്ളത്. ഇരുചക്ര വാഹനം. ഇനി എന്ത് പറഞ്ഞടാ? 15% ആളുകൾക്ക് കാറും ഉണ്ട്, ഇരുചക്ര വാഹനവും ഉണ്ട്. അത് ഇതിനുള്ളിൽ പെടുന്നതല്ലേ? ഇതിനുള്ളിൽ പെടുന്നതല്ലേ? അതായത് കാറുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ആ കണക്കിൽ ആരും പെട്ടിട്ടുണ്ടാവും? കാറും ബൈക്കും ഒരുമിച്ചുള്ളവരും പെട്ടിട്ടുണ്ടാവും അല്ലേ? കാറും ബൈക്കും ഒരുമിച്ചുള്ളവർ പെട്ടിട്ടുണ്ടാവും. അതേപോലെ ബൈക്കിന്റെ കണക്കെടുത്തപ്പോഴോ, ബൈക്ക് മാത്രമുള്ളവരുടെ കണക്കെടുത്തപ്പോഴും കാറും ബൈക്കും ഒരുമിച്ചുള്ളവരുടെ ലിസ്റ്റിലും ഇത് പെട്ടിട്ടുണ്ടാവും. ഓക്കെ. ഇനി രണ്ടുള്ളവർ 15% എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനുള്ളിലാണ് ഈ 15%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാത്തവരുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രയാണ്? ടോട്ടൽ എത്രയാ? 50 30 കൂട്ടിയാൽ എത്രയാ? 50 30 കൂട്ടിയാൽ 80%. 80%. ഈ 80%-ത്തില് ആരും കൂടി ഉണ്ട്? കാറും ബൈക്കും ഒരുമിച്ചുള്ളവരുണ്ട്. അവരുടെ ഡാറ്റ അധികം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 80-ൽ നിന്ന് എന്തും കൂടി കുറയ്ക്കണം? ഈ 15% കുറയ്ക്കണം. എത്ര കിട്ടും? അപ്പോഴാണ് ആക്ച്വൽ വണ്ടി ഉള്ളവരുടെ എണ്ണം കിട്ടുക. ഈ 80-ൽ നിന്ന് 15 കുറച്ചാൽ, വെരി ഗുഡ് ലക്ഷ്മി, കറക്റ്റ്. 80-ൽ നിന്ന് 80 - 15, 80-ൽ നിന്ന് 15 കുറച്ചാൽ നിങ്ങൾക്ക് 65 എന്ന് കിട്ടും. യെസ്, 65. ഇതെന്താണ്? ഈ 65% എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വണ്ടി ഉള്ളവരുടെ എണ്ണാണ്. ഈ 65% ആളുകളുടെ വീട്ടിൽ എന്തുണ്ട്? വണ്ടിയുണ്ട്. വണ്ടി ഇല്ലാത്തവരുടെ, കാറോ ബൈക്കോ ഇല്ലാത്തവരുടെയാണ് എണ്ണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആകെ ആളുകളിൽ നിന്ന് വണ്ടി ഉള്ളവരുടെ എണ്ണം കുറയ്ക്കും, വണ്ടി ഉള്ളവരുടെ ശതമാനം കുറയ്ക്കും. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 100-ൽ നിന്ന് 65 കുറച്ചാൽ കിട്ടുന്നത് എത്ര എന്ന് ചോദിച്ചാൽ അത് 35%. ഉത്തരങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. 35. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ആണ്? ഒന്നുമില്ലടാ, നമ്മൾ ചെയ്ത പരിപാടി എത്രയേ ഉള്ളൂ. ആകെ വണ്ടിയുള്ളവരുടെ പേഴ്സൻറ്റേജ് എടുത്തു നമ്മൾ. ആകെ വണ്ടിയുള്ളവര്, കാറുള്ളത് 50 പേർക്ക്, ബൈക്ക് ഉള്ളത് 30 പേർക്ക്. അപ്പൊ ടോട്ടൽ 80%. ഈ കണക്കിന്റെ ഉള്ളിൽ എന്തും കൂടി പെട്ടിട്ടുണ്ട്? കുറച്ച് ഡാറ്റ അധികം വന്നിട്ടുണ്ട്. എങ്ങനെ? ഈ 15% എന്ന് പറയുന്നത് കാറും ബൈക്കും ഒരുമിച്ചുള്ളവരുടെ എണ്ണാണ്. ഈ ഡാറ്റ എടുത്തപ്പോൾ കാറിന്റെ എണ്ണം എടുത്തപ്പോഴും ഈ എണ്ണം വന്നിട്ടുണ്ടാവും, ബൈക്കിന്റെ എണ്ണം എടുത്തപ്പോഴും ഇത് പെട്ടിട്ടുണ്ടാവും. നമ്മൾ ടോട്ടലിൽ നിന്ന് 15 കുറയ്ക്കുന്നു. 80-ൽ നിന്ന് 15 കുറച്ചപ്പോൾ നമുക്ക് 65 എന്ന് കിട്ടി. അത് വണ്ടി ഉള്ളവരുടെ കണക്കാണ്. വണ്ടി ഇല്ലാത്തവരുടെ കണക്ക് കണ്ടുപിടിക്കാൻ മുഴുവൻ ശതമാനത്തിൽ നിന്ന്, 100-ൽ നിന്ന് ഈ 65 കുറയ്ക്കും. അങ്ങനെയാണ് 35-ലേക്ക് എത്തിയത്. ഓക്കെ ആണെങ്കിൽ സെറ്റ്. ഓക്കെ എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടും ചെയ്യാം. നമ്മൾ പേഴ്സൻറ്റേജ് വൈസ് അല്ലേ നോക്കുന്നത്. പിക്ചർ വരച്ചും ചെയ്യാം. അതാണോ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം? ഈ മെത്തേഡ് ഫോളോ ചെയ്യട്ടെ. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ചിത്രം വരച്ച സമയം കളയണ്ടല്ലോ. വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇതേപോലെയുള്ള ടൈപ്പ് ഞാൻ അടുത്ത പാർട്ടിൽ ഇടാം. രണ്ടും ഇരിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇതേ ടൈപ്പാണ്. ഒരു നഗരത്തിലെ 80% ആളുകൾക്കും ഒരു കണ്ണിൽ പാടുണ്ട്. ഓക്കെ, അപ്പുറത്തെ പേജിൽ ചെയ്യാട്ടോ. അപ്പൊ കണ്ണിൽ പാടുള്ളവര്, കണ്ണിൽ 80% ആളുകൾക്ക് പാടുണ്ട്. ചെവിയിൽ പാടുള്ളവര് എത്ര പേരാ? 80% ആളുകൾക്ക് ചെവിയിലും പാടുണ്ട്. ഓക്കെ, ചെവിയിൽ 80% ആളുകൾക്ക്.
75% ആളുകൾക്ക് ഒരു കയ്യിൽ പാടുണ്ട്. ഹാൻഡിൽ പാടുള്ളവർ എത്ര? 75%. 75%. ഒന്ന് സൈസ് ചെറുതാക്കട്ടെ, താഴെ എഴുതി കാണില്ല. ഇനി കാണാലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 85% ആളുകൾക്ക് കാലിലും പാടുണ്ട്. കാലിൽ പാടുള്ളവരുടെ എണ്ണം എത്രയാ? 85%. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? X% ആളുകൾക്ക് എല്ലാ 4 അവയവങ്ങളിലും പാടുണ്ട്. അതായത് കണ്ണിലും കാതിലും കയ്യിലും കാലിലും പാടുള്ളവര് X%. ആ എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 4 അവയവങ്ങളിലും പാടുള്ളവരുടെ എണ്ണം. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യുന്ന പരിപാടി പാടില്ലാത്തവരുടെ എണ്ണം എടുക്കും, ഇതിന്റെ ടോട്ടൽ എടുക്കും. അപ്പൊ നമുക്ക് ചെയ്യാം. കണ്ണിൽ പാടില്ലാത്തവർ എത്രയായിരിക്കും പറയാമോ? 80% ആളുകൾക്ക് കണ്ണിൽ പാടുണ്ട്. അപ്പൊ എത്ര ആളുകൾക്കാണ് കണ്ണിൽ പാടില്ലാത്തത്? ടോട്ടൽ 100 ആണ്. അതിൽ 80 പേർക്ക് പാടുണ്ട്. എത്ര പേർക്ക് പാടില്ല? ഞാൻ എന്തായാലും പാടില്ല. യെസ്, 20% ആളുകൾക്ക് കണ്ണിൽ പാടില്ല. കാതിൽ ഇത് എക്സ് അല്ല കേട്ടോ, ഇൻറ്റു ആണ്, ക്രോസ് ആണ്. ഇല്ല, നോ. കാതിൽ പാടില്ലാത്തവർ എത്ര പേരായിരിക്കും? അതെ, 80% ആളുകൾക്ക് പാടുണ്ടെങ്കിൽ 20% ആളുകൾക്ക് കാതിലും പാടില്ല. ഓക്കെ, ഇനി കയ്യിൽ പാടില്ലാത്തവരുടെ എണ്ണം എഴുതിപ്പോയി. കയ്യിൽ പാടില്ലാത്തവർ, ഹാൻഡിൽ പാടില്ലാത്തവർ എത്ര? വെരി ഗുഡ്. 75% ആളുകൾക്ക് പാടുണ്ടെങ്കിൽ 25% ആളുകൾക്ക് പാടില്ല. കാലിൽ പാടില്ലാത്തവർ എത്ര? കാലിൽ പാടില്ലാത്തവർ, കാടും പാടൊക്കെ ആയിപ്പോയി. വെരി ഗുഡ്. 85% ആളുകൾക്ക് കാലിൽ പാടുണ്ട്. അപ്പോൾ 15% ആളുകൾക്ക് പാടില്ല. ഓക്കെ, അപ്പൊ മൊത്തം ഇതിന്റെ ടോട്ടൽ എത്രയാ? ഇതിന്റെ ടോട്ടൽ എടുത്താൽ മതി. എത്രയാ? 25 15 25 30 10 40 40 എത്ര? 80% എന്ന് വെക്കുക. അപ്പൊ 80% ആളുകൾക്ക് എന്തില്ല? പാടില്ല. 80% ആളുകൾക്ക് പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും മക്കളെ. 80% ആളുകൾക്ക് പാടില്ലെങ്കിൽ എത്ര ശതമാനം ആളുകൾക്കാണ് ഈ 4 അവയവങ്ങളിലും പാടുള്ളത്? ടോട്ടൽ 100 ആണ്. അതിൽ നിന്ന് ഈ 80 കുറച്ചാൽ മതി. ടോട്ടൽ 100 ആണ്. അതിൽ നിന്ന് 80 കുറച്ചാൽ എത്ര കിട്ടും നിങ്ങൾക്ക്? കുറച്ചാൽ കിട്ടുന്നത് 20. 20% എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 10 മിനിറ്റ് കൂടെ ഉള്ളൂ അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയേ. മൂന്നാമത്തെ ചോദ്യം. ഇവിടെ 10 മിനിറ്റേ ഉള്ളൂ. ഒരു 2 ചോദ്യം കൂടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് പെട്ടെന്ന് വായിച്ചേ. റഹീമിന്റെ വരുമാനത്തെക്കാൾ 20% കുറവാണ് രാജുവിന്റെ വരുമാനം. ഓക്കെ, റഹീമിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനമാണ് കൂടുതൽ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഇവിടെ നമ്മൾ റഹീമിന്റെ വരുമാനമാണ് ബേസ് ആക്കിയിട്ട് എടുക്കുന്നത്. കാരണം ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റഹീമിന്റെ വരുമാനത്തെക്കാൾ 20% കുറവാണ് രാജുവിന്റെ വരുമാനം എന്നാ. അപ്പൊ റഹീമാണ് ഇവിടുത്തെ ബേസ്. ഓക്കെ, റഹീമിന്റെ വരുമാനം ഞാൻ 100 എന്ന് എടുക്കുന്നു ചെയ്യാനുള്ള എളുപ്പത്തിന്. 100% അല്ലെങ്കിൽ 100 എങ്കിൽ രാജുവിന്റെ വരുമാനം എത്രയായിരിക്കും?
രാജുവിന്റെ വരുമാനം എത്രയായിരിക്കും? റഹീമിന്റെ വരുമാനത്തെക്കാൾ 20% കുറവ് എന്ന് തന്നിരിക്കുന്നു. വെരി ഗുഡ്. 20% കുറവ്. അപ്പൊ 100-ൽ നിന്ന് 20 കുറവ് 80 എന്നെടുക്കാം. 80 എന്നെടുക്കാം. ഓക്കെ. അപ്പൊ റഹീമിന് രാജുവിനേക്കാൾ എത്ര രൂപ കൂടുതലാണ്? റഹീമിന് രാജുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ? റഹീമിന് രാജുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ? 20 രൂപ. വ്യത്യാസം ഇവിടെ തന്നിട്ടുണ്ട്. റഹീമിന്റെ വരുമാനമാണ് ഇനി ചോദിക്കുന്നത്. റഹീമിന്റെ വരുമാനം രാജുവിനേക്കാൾ കൂടുതലാണ് 20 രൂപ. 20 കൂടുതൽ. ഓക്കെ. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നു റഹീമിന്റെ വരുമാനം എന്ന് പറയുന്നത് രാജുവിന്റെ വരുമാനത്തെക്കാൾ ഇവിടെ ബേസ് എന്താണ്? ഇവിടത്തെ മാനം എന്താണ്? ബേസ് എന്താണ്? രാജുവിന്റെ വരുമാനത്തെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം. രാജുവിന്റെ വരുമാനത്തെക്കാൾ, രാജുവാണ് ഇവിടുത്തെ ബേസ്. അപ്പൊ രാജുവിന്റെ വരുമാനമാണ് ബേസ്. അതാണ് താഴെ വരേണ്ടത്, ബേസിൽ വരേണ്ടത്. കുറെ കഴിയുമ്പോൾ സെറ്റ് ഔട്ടോ. രാജുവിന്റെ വരുമാനം ഇവിടെ 80 അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രാജുവിന്റെ വരുമാനത്തെക്കാൾ എത്ര കൂടുതലാണ്? എത്ര കൂടുതൽ നമ്മൾ കണ്ടു? 20 കൂടുതൽ. അത് എത്ര ശതമാനം? ശതമാനം കാണാൻ ചോദിച്ചത് കൊണ്ട് നമ്മൾ 100. ഇത്രയുള്ള പരിപാടി. ക്ലിയർ ആണോ? ഓക്കെ. ശതമാനം നിങ്ങൾക്ക് കിട്ടി, ഉത്തരം കിട്ടി. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് റഹീമിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തെക്കാൾ, രാജുവാണ് അവിടെ ബേസ്. അപ്പൊ രാജുവിന്റെ വരുമാനമാണ് ബേസ്. രാജുവിന്റെ വരുമാനം ബേസ് ആയതുകൊണ്ട് നമ്മൾ അത് ബേസിൽ എഴുതുന്നു, താഴെ എഴുതുന്നു. രാജുവിന്റെ വരുമാനം നമ്മൾ കണ്ടുപിടിച്ച് 80 താഴെ എഴുതി. ഇനി എന്താണ് കാണേണ്ടത്? എത്ര ശതമാനം കൂടുതലാണ്? കൂടുതലുള്ളത് മുകളിൽ എഴുതി. 20 രൂപയാണ്, അല്ലെങ്കിൽ 20% കൂടുതൽ. അപ്പൊ നമ്മൾ മുകളിൽ 20, താഴെ 80. ശതമാനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ അതിനെ 100 കൊണ്ട് ഗുണിക്കുന്നു. 20ന്റെ 4 മടങ്ങാണ്. ഇത് എടുക്കുമ്പോഴാണ് കൺഫ്യൂഷൻ. എടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ 2 ചെയ്തിട്ടുള്ളൂ. ഈ സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആവും. പേടിക്കണ്ട. ന്യൂ വൈബ്സ്, പേടിക്കണ്ട. 20ന്റെ 4 മടങ്ങാണ് 80. നമുക്ക് അങ്ങനെ ചെറുതാക്കാം. 100-ൽ എത്ര 4-കൾ? 100-നെ 4 കൊണ്ട് ചെറുതാക്കാൻ വളരെ എളുപ്പമായി. 100ന്റെ പകുതി, അതിന്റെ പകുതി. അതൊന്നും വേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഉത്തരം കിട്ടി. 25% കൂടുതൽ. 25% കൂടുതൽ. കിട്ടിയോ? ഡൗട്ട് വരുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് കൂടെ 25% എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് പൊക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാലേ പോവുള്ളൂ. ഓക്കെ ആണോ? അത് വീണ്ടും പറയണോ? ഇവിടെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് രാജുവിന്റെ വരുമാനമാണ്. ഓക്കെ ആണ്? പോകാം. യെസ്. എങ്കിൽ നാലാമത്തെ ചോദ്യം ഇങ്ങനെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഒരു ഓഫീസിലെ ഷിജിനെ ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ പറയാം. അതിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. 24/7 എന്ന് ഞാൻ പറയില്ല. ഉറങ്ങുന്ന സമയം ഒഴികെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ തരും. കാണുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആയിരിക്കും, റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട്. ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഓഫീസിലെ 80% ജീവനക്കാര് സ്ത്രീകളാണ്. ആകെ പുരുഷ ജീവനക്കാരുടെ എണ്ണം 25 എങ്കിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്ര? ഓക്കെ. ഒരു ഓഫീസിലെ 80% ആളുകൾ എന്താണ്? സ്ത്രീകളാണ്, ഫീമെയിൽസ് ആണ്. എങ്കിൽ എത്ര ശതമാനമാണ് അവിടുത്തെ മെയിൽ സ്റ്റാഫുകളുടെ എണ്ണം, പുരുഷ ജോലിക്കാരുടെ എണ്ണം? ഉത്തരത്തിലേക്ക് എത്തി. ഇവിടുത്തെ പുരുഷ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ 100%. അതിൽ 80% സ്ത്രീകൾ, ബാക്കി 20% പുരുഷന്മാര്.
ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. ചെയ്യാം. പുരുഷന്മാരുടെ എണ്ണം അഥവാ 20% എന്ന് പറയുന്നത് 25 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ത്രീ ജീവനക്കാരുടെ എണ്ണം, അതായത് 80% കണ്ടുപിടിക്കണം. ഈ വഴിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ക്രോസ് ചെയ്യുന്നു. ജോഡിയായിട്ടിരിക്കുന്ന ആള് 25ഉം 80ഉം നമ്മൾ അവരെ സ്വപ്ന ലോകത്തേക്ക് കയറ്റി, മുകളിലേക്ക് കയറ്റി, ആകാശത്തേക്ക് കയറ്റി, പറന്ന് നടക്കട്ടെ അവര്. താഴെ നമ്മൾ ആര് എഴുതുന്നു? സിംഗിളായി ഇരിക്കുന്ന ആൾ എഴുതുന്നു. ഓക്കെ, 20ന്റെ 4 മടങ്ങാണ് 80. 20ന്റെ 4 മടങ്ങാണ് 80. 25ന്റെ 4 മടങ്ങ് അത് 100. ഉത്തരം 100. ഉത്തരം 100. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ആലോചിക്കാം. 20% 25ആണ്, 80% കണ്ടുപിടിക്കേണ്ടത്. എടാ 20 80 ആകാൻ നമ്മളിവിടെ 4 കൊണ്ടാ ഗുണിച്ചത്. ചിലത് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാട്ടോ. 20 80 ആകാൻ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു എങ്കിൽ ഇപ്പുറത്തും 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരായി. 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 80% 100 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ്, കേട്ടാ മതി. എടാ അഞ്ചാമത്തെ ചോദ്യം കൂടി ചെയ്തോട്ടെ, സമയമായിന്നറിയാം. 5ാമത്തെ ചോദ്യം കൂടി പ്ലീസ്, എനിക്ക് വേണ്ടി. ചോദ്യം ഇങ്ങനെ. ഓക്കെ, താങ്ക് യു. ഒരു സംഖ്യയുടെ 30% 55% തമ്മിലുള്ള വ്യത്യാസം 2500. വ്യത്യാസം തന്നിരിക്കുന്നത് 2500 എങ്കിൽ സംഖ്യ ഏത്? ശതമാനങ്ങളുടെ വ്യത്യാസം എടുത്താ പോരെ? 30% 55%. അതിന്റെ വ്യത്യാസം എത്ര? ശതമാനങ്ങളുടെ വ്യത്യാസം എത്രയാണ്? പറഞ്ഞേ. ഉത്തരം എത്തി. വെരി ഗുഡ്, എനിക്ക് സന്തോഷായി. 55%ന്റെയും 30%ന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് 25%. അത് തന്നിട്ടുണ്ട് 2500. സംഖ്യ എന്ന് പറയുന്നത് 100%. അത് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്താൽ 2500ഉം 100ഉം മുകളിലിരിക്കും. താഴെ ആര്? 25 മാത്രം. 25 പോയി 1. 100 ഗുണം 100 4 0 ഇട്ടു 10,000. നമ്മുടെ ഉത്തരം 10,000. ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിലോ നോക്കിക്കേ, 25 100 ആകാൻ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെയും 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരാവും. 2500ന്റെ 4 മടങ്ങ്. 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? ഈ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. 2500ന്റെ ഇരട്ടി 5000, 5000ത്തിന്റെ ഇരട്ടി 10,000. ഇങ്ങനെയും കാണാം. അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ഒരു ഗുണം കൂടി ഉണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. 25 2500 ആകാൻ എന്ത് ചെയ്തു? 25 2500 ആകാൻ എന്ത് ചെയ്തു? ഇവിടെ 100 കൊണ്ട് ഗുണിച്ചു അല്ലെ? അപ്പൊ താഴെയും 100 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, മുകളിലിരിക്കുന്ന സെറ്റിൽ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 25 ഗുണം 100 ആണ് 2500. അപ്പൊ താഴെയും 100 കൊണ്ട് ഗുണിക്കാം. 100 ഗുണം 100 ചെയ്താൽ നമ്മുടെ ഉത്തരമായ 10,000 കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്. കണക്കിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ട്. അതിലെ ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സമയം അതിക്രമിച്ചു എന്നറിയാം. 6ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി കടക്കണോ? വേണ്ട. ഓക്കെ, 5 ചോദ്യം മതി. അപ്പൊ ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ചെയ്ത ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. എൻ്റെ പേര് നിഖിൽ എംസെറ്റ് എന്നാണ്. എൻ്റെ നമ്പർ ഇതാണ് 8330800077. ഓക്കെ, അപ്പൊ നന്ദിയുണ്ടേ. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന പ്രയാണത്തിലേക്കുള്ള ആശംസകൾ
നിങ്ങളുടെ കഠിന പ്രയത്നത്തിനുള്ള റിസൾട്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കണം. ആ ആഘോഷത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. റാങ്ക് ലിസ്റ്റിൽ വരുന്നതോടൊപ്പം ജോലിയിലും എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയട്ടെ. പഠിക്കാനിരിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അപമാനിച്ചവരെയും പരിഹസിച്ചവരെയും പുച്ഛിച്ചവരുടെയും മുഖങ്ങള് മറക്കാതെ ഈ നെഞ്ചിൽ സൂക്ഷിക്കുക. അവരോട് ജയിച്ച ശേഷം പറയണം, എടാ എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയണം. അതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം.